അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ജമാദുൽ ആഖിർ മാസത്തിന്റെ 29ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. നാളെ ബുധനാഴ്ച 2025 ജനുവരി 1 പുതുവത്സര ദിനമാണ്. നാളെ ജമാദുൽ ആഖിർ മാസം 29ാമത്തെ പകലാണ്. നാളെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ പുണ്യമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി നാളെ നിലാവ് കണ്ടില്ല എങ്കിൽ മറ്റന്നാൾ വ്യാഴാഴ്ച ജമാദുൽ ആഖിർ മാസം 30 പൂർത്തിയാക്കി അതിന്റെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച റജബ് 1 ആയിരിക്കും. അപ്പോൾ ഏതായാലും റജബ് മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 2024 വിട പറഞ്ഞ് 2025 നമ്മൾ കടക്കുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതുവർഷം വരിക അതിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷേ ഇപ്പോൾ നമ്മളിൽപ്പെട്ട ചില ആൾക്കാരുണ്ട്, ഡിസംബർ 31 കഴിഞ്ഞ് ജനുവരി 1 ഞാൻ എൻ്റെ ദുശീലം തീർക്കും, മാറ്റും. ഉദാഹരണം പറഞ്ഞാൽ പുകവലി ഞാൻ നിർത്തും, അല്ലെങ്കിൽ എൻ്റെ മദ്യപാനം ഞാൻ നിർത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും മോശത്തരമുണ്ട് അത് ഞാൻ പ്രവൃത്തി നിർത്തും എന്നൊരാൾ കരുതുകയാണെങ്കിൽ അത് നല്ല പ്രവൃത്തിയാണ്, അല്ലേ, നല്ല കാര്യമാണ്. അതിപ്പോൾ ജനുവരി 1 ഏത് സമയത്ത് ചെയ്താലും നല്ലതാണ്. അപ്പോൾ ജനുവരി 1 നാളെ പുതുവത്സരം, അതിന് പ്രത്യേകമായി ഒരു ആചാരമോ അനുഷ്ഠാനമോ ഇസ്ലാമിലില്ല. പിന്നെ ഇന്ന് രാത്രി അള്ളാഹുവെ പ്രത്യേകം നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പം തന്നെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കളൊക്കെ എവിടെയായിരിക്കും? അവരൊക്കെ കൂട്ടുകാരോടൊപ്പം അവിടെ കറങ്ങാൻ പോയി ഇവിടെ കറങ്ങാൻ പോയി ഒക്കെ ആയിരിക്കും. ചിലര് പപ്പാനി കത്തിക്കാൻ പോല്, ചില ആൾക്കാർ പൂപ്പാനി എന്ന് പറയാൻ പൂപ്പാനി കത്തിക്കാൻ പോല്, അതുപോലെ കാർണിവൽ കാണാൻ പോല്, അങ്ങനെ പല പല കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ടാകും. പലരും കലാപരിപാടികളൊക്കെ നടത്താനും അത് കേൾക്കാനും കാണാനും ഒക്കെ പോയിട്ടുണ്ടാകും പല സ്ഥലങ്ങളിലേക്കും. നമ്മുടെ മക്കള് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മക്കളായി തന്നെ വരണം. കാരണം ഇപ്പോൾ നമ്മൾ അഴിച്ചുവിടും, ഒരു ദിവസമല്ല ഒരു രാത്രിയില്ല പോയിട്ട് വറ്റേ എന്ന് നമ്മൾ വിചാരിക്കും. വാപ്പ പറയും, ഉമ്മ പറയും. പക്ഷേ ഈ ഒരൊറ്റ രാത്രി കൊണ്ടെങ്ങാനും അല്ലാഹു തആല നമ്മുടെ മക്കളെ തീരാ ദുഃഖത്തിലേക്ക് മാറ്റിയാൽ, കാരണം ഇന്നിപ്പോൾ മദ്യപാനവും ലഹരിയും ഇതൊക്കെ ഇന്ന് ഉപയോഗിക്കാം എന്ന നിലയിലേക്ക് മാറി. ഇന്ന് എത്ര കള്ളു കുടിച്ചാലും കുഴപ്പമില്ല, ഇന്ന് എത്ര കഞ്ചാവ് വലിച്ചാലും കുഴപ്പമില്ല, ലഹരി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഇന്ന് എത്ര അഴിഞ്ഞാടിയാലും കുഴപ്പമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മുടെ മക്കളുടെ സ്വലാഹിയത്തിന് വേണ്ടി, പറഞ്ഞാൽ അനുസരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരമുള്ള മക്കളായി മാറാനൊക്കെ വേണ്ടി പ്രത്യേകം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും ഈ എല്ലാവിധത്തുള്ള ചതിക്കുഴികളെ തൊട്ടും എല്ലാവിധത്തുള്ള ഫിത്ന ഫസാദുകളെ തൊട്ടും റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ കാവലും കിട്ടാനും എല്ലാവിധ ഖൈറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള ചില അദ്കാറുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ നാളെ നമ്മൾ നിലാവ് കണ്ടാൽ റജബ് മാസത്തിന്റെ പുണ്യമായ ദിക്റിന്റെ മജ്ലിസിലായിരിക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും തന്ന് നമ്മളെല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു തആല നമുക്ക് തരുന്ന, നമ്മുടെ തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു തരുന്ന ഒരു ഇസ്തിഗ്ഫാർ, പുണ്യമായ ഒരു ഇസ്തിഗ്ഫാറാണ് പറയുന്നത്. അല്ലാഹു തആല ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തിന്മകളും അല്ലാഹു മായ്ച്ചു കളഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. എല്ലാവിധത്തുള്ള പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാനും, എല്ലാ കണ്ണേർ, സിഹർ, എല്ലാ അപകടങ്ങൾ, മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയാൻ നിർദ്ദേശിച്ച പുണ്യമായ ഒരു ദിക്റാണ് നമ്മൾ പറയുന്നത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. 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 അഊദു ബികലിമാത്തില്ലാഹി
التامات من شر ما خلق أعوذ بكلمات الله 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 التامات من شر ما خلق ദിക്റുകളിൽ ഏറ്റവും പുണ്യമുള്ള ദിക്ർ അല്ലേ അതേതാണ് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് അത് പറയാതെ ഒരു ദിക്റിന്റെ മജ്ലിസിൽ നമ്മൾ ദുആരക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും വലിയ നിധിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് കുറച്ച് പറയാം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഒരുപാട് നിഅമത്തുകൾ കിട്ടിയിട്ടുണ്ടല്ലോ, അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും അതിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവാനും പിന്നെയോ അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോവാതെ അതിൻ്റെ ഉപയോഗം നമുക്ക് ഒരുപാട് നാൾ കിട്ടാൻ ഒക്കെയായിട്ട് നമ്മൾ പറഞ്ഞിരിക്കേണ്ട, മാത്രമല്ല നമ്മൾ ഇനി പറയുന്ന ഈ വചനം പറഞ്ഞാൽ നമ്മുടെ ദുആ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്ന് പോലും നമുക്ക് കിതാബുകളിൽ കാണാം. അങ്ങനെയുള്ളൊരു വചനമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. പുണ്യമായ ഈ ഒരു ദിക്റിന്റെ മജ്ലിസ്
എന്തുകൊണ്ടും അല്ലാഹു തആല ഖബൂൽ ചെയ്യണമെങ്കിൽ സ്വലാത്ത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സ്വലാത്ത് ചൊല്ലിയാലോ? ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഒരുപാട് അനവധി നേട്ടങ്ങൾ നമുക്ക് വാങ്ങിത്തരുന്ന പുണ്യമായ ഒരു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. ഇത് നമ്മൾ ഒരു ചെറിയ സൂറത്ത് അല്ലേ, വിശുദ്ധമായ ഖുർആനിലെ 1/3 ഭാഗം എന്ന് പരിചയപ്പെടുത്തിയ സൂറത്തുൽ ഇഖ്ലാസ്, അത് ഇൻഷാ അള്ളാഹ് നമുക്കൊന്ന് ഓതിയാലോ. ഒരുപാട് നേട്ടങ്ങളല്ലേ. അതിപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിലും ആരാണെങ്കിലും ഏത് സമയത്ത് നമുക്ക് ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ സൂറത്ത് കുറച്ച് പ്രാവശ്യം ഓതാം, എന്നിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഓദിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ആരൊക്കെ നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മനസ്സിലെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. أرحم الراحمين يا الله. കരുണയുള്ള പടച്ചവനെ, രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, പാപികളാണ്, ദോഷികളാണ്. എന്നാലും ഞങ്ങൾ നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുകയാണ്. ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ പരിപൂർണമായി കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ചൊല്ലിയ സമയത്ത് ഒരുപാട് അശ്രദ്ധകൾ വന്നിട്ടുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്, നാക്ക് പിഴകൾ വന്നിട്ടുണ്ട്. എല്ലാം പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഖബറും നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവാനുള്ളവരാണ്. ഞങ്ങളും ചെന്ന് ഖബറിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ റഹ്മാൻ. അല്ലാഹുവേ റബ്ബേ, ഈ ദുആക്ക് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ദിക്റിന്റെ മജ്‌ലിസിലും അതുപോലെ തന്നെ മറ്റ് വീഡിയോകൾക്ക് താഴെയും ഒരുപാട് മുഅ്മിനീങ്ങൾ ഉസ്താദെ പ്രത്യേകം നിങ്ങൾ ദുആരക്കണേ എന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ദുആ വസിയത്ത് നീ കബൂൽ ചെയ്യണേ അല്ലാ. അവർക്കെല്ലാവർക്കും അർഹമായത് വേണ്ടത് നീ കൊടുക്കണേ അല്ലാ. അവരിൽ ഒരുപാട്, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, അതുപോലെ തന്നെ എന്തൊക്കെ രോഗങ്ങളുണ്ട് എല്ലാത്തിനെ തൊട്ടും കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ബറക്കത്ത് സലാമത്ത് ജീവിതത്തിൽ തരണേ അല്ലാ. കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. കച്ചവടം നീ ലാഭകരമാക്കണേ അല്ലാ. ബിസിനസ് നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ വീട് കൊടുക്കണേ അല്ലാ. വാടക വീട്ടിലാണ് കഴിയുന്നത് ഉസ്താദെ, സ്വന്തമായ ഒരു വീട് വേണമെന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുടെ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ വിനീതന്റെ ഉൾപ്പെടെ ഒരുപാട് സഹോദരിമാരുടെ, സഹോദരങ്ങളുടെ വീട് പണി നടക്കുകയാണ് അല്ലാഹുവേ. എല്ലാ വിധത്തിൽ വേഗവും അതുപോലെ തന്നെ അവിടുത്തെ താമസമൊക്കെ നീ ഖൈറിലും ബറക്കത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു ഉസ്താദെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയായിട്ടില്ല. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, രോഗികളായി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഓരോ ദിവസവും വ്യത്യസ്തമായ അപകടങ്ങളെ വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ അപകടങ്ങളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ. മരണത്തിന് ശേഷം ശരീരം കീറിമുറിക്കുന്ന പോസ്റ്റ്മോർട്ടം ആ ഒരു അവസ്ഥ നീ തരല്ലേ അല്ലാ. അങ്ങനെയൊന്നും ഞങ്ങളെ നീ എത്തിക്കല്ലേ റഹ്മാനെ. പടച്ചവനെ, എവിടെ വെച്ച് മരിച്ചാലും എപ്പോൾ മരിച്ചാലും നിന്റെ ഖദാ ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് നല്ല മുറാദുകളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. നീ ഹാസിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, നീ ആ നല്ല മുറാദുകൾ, നല്ല ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് തരണേ റഹ്മാനെ.
അള്ളാഹുവെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവരുണ്ട്, ആൺമക്കളെ കൊടുക്കണേ അല്ലാ. പെൺമക്കളില്ലാത്തവരുണ്ട്, പെൺമക്കളെ കൊടുക്കണേ അല്ലാ. അള്ളാഹു അവരുടെയൊക്കെ പരീക്ഷകളൊക്കെ വരികയാണ്. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാൻ ആ മക്കൾക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രവാസികളായ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ അവരുടെയൊക്കെ കച്ചവടത്തിൽ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നവർ, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി ദ്വാരക്കുന്നു എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഖൈറും ബറക്കത്തും ഇരുലോകത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം റഹ്മാനെ സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. മരണത്തിന് ശേഷം ഞങ്ങൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഈ ദുആയും ദിക്റൊക്കെ ഞങ്ങൾക്ക് കൂട്ടുകാരാക്കി തരണേ അല്ലാ. അല്ലാഹുവേ മഹ്ശറിൽ നിൽക്കുമ്പോൾ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരെ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ചങ്ക് കൊട്ടി പറയാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ പ്രാവശ്യം ഹജ്ജിന് കിട്ടിയ ഒരുപാട് ഹാജിമാരുണ്ട്, അവരുടെയൊക്കെ ആ യാത്രയും എല്ലാം നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മുസ്ലിമീങ്ങൾ പല സ്ഥലത്തും ഒരുപാട് പ്രയാസത്തിലാണ്, നീ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. നിന്റെ മദ്രസകൾ നിന്റെ പള്ളികളെ നീ തന്നെ സംരക്ഷിക്കണേ അല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആ വീര്യം നീ കെടുത്തിക്കളയണേ റഹ്മാനെ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, എല്ലാം ഞങ്ങൾ ചോദിക്കുകയാണ്. എല്ലാ ഖൈറുകളും തരണേ അല്ലാ. എല്ലാ ശർറ് ബല മുസീബത്ത് ആപത്ത് സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധ ഖൈറും ഞങ്ങളുടെ ഇരുലോകത്തും തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ മജ്ലിസ്, നാളെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.